പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന പണത്തിന് ഗുഡ് ബൈ. ഫെബ്രുവരി 1 മുതൽ കാര്യത്തിലേക്ക് കടക്കാം. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 1 മുതലേ കറൻസി ഇല്ല, എല്ലാം ഡിജിറ്റൽ. അപ്പം കാശ് വെച്ചേക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണേ. കണക്കിൽപ്പെടാതെ അടുക്കി വെച്ചേക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. പൈസ എല്ലാം പോവാ. അല്ലേ എത്രയും വേണമെന്ന് ഭാഗ്യം ഇട്ടോ. ഇതല്ലേ നല്ലത് കേട്ടോ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. ഈ തീരുമാനം വന്നാൽ പൂർണ്ണമായും നോട്ട് നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികയിലെ ഇന്ത്യയും ഒരു പ്രതിനിധിയാവും കേട്ടോ. അപ്പം എങ്ങനാ കയ്യിരിക്കുന്ന കാശെല്ലാം കൊണ്ട് ബാഗിലിടുമല്ലയോ എത്രയും പെട്ടെന്ന്? ഇല്ലേ പണി പാളുവേ മോനെ. നേരത്തെ ചൈനയും സ്വീഡനും പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലിപ്പം നമ്മളാ. ആരാ? ഇന്ത്യ കേട്ടോ. ഈ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ രാജ്യം ആഗോള സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് നിയമവിദഗ്ധരുടെ സാമ്പത്തിക വിദഗ്ധരുടെയും കണ്ടെത്തൽ. അപ്പോൾ നമ്മളെല്ലാം കൈ കൊടുക്കുമല്ലയോ ഡിജിറ്റൽ കറൻസിയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ എൻ്റെ സപ്പോർട്ട് രാജ്യത്തിനൊപ്പം. നിങ്ങളോ?